കൊല്ലം ജില്ലാ ആശുപത്രിയിലെ നെഞ്ചുവേദനയായിട്ട് വൈകിട്ട് 6 മണിക്ക് ശേഷം ഒരാൾ പോയി കഴിഞ്ഞാൽ നേരെ മെഡിക്കൽ കോളേജിലേക്കാണ് എഴുതുന്നത്. അവിടെ പാരസിറ്റമോൾ ഇൻഫ്യൂഷനോ ഡൈക്ലോഫിനാക്കിന്റെ ഇഞ്ചക്ഷനോ ഐ വി സെറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഉള്ളത്. എവിടുന്ന് കിട്ടിയ വിവരമായി? ആശുപത്രി പൊതിച്ചോറ് കൊടുക്കുന്നവരടി, പൊതിച്ചോറ് കൊടുക്കുന്നവരടി. കൊല്ലം കോർപ്പറേഷനിൽ 3 ആംബുലൻസ് ഉണ്ട്. വൈകിട്ട് 6 മണിക്ക് ശേഷം ഈ പാവപ്പെട്ട രോഗികൾക്ക് ഈ ആംബുലൻസ് വിട്ടു കൊടുക്കത്തില്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ ആംബുലൻസ് അവിടെ കൊല്ലം കോർപ്പറേഷന് കെട്ടിയിട്ടിരിക്കുന്നത്? എവിടുന്ന് കിട്ടിയ വിവരമായി? ആശുപത്രി പൊതിച്ചോറ് കൊടുക്കുന്നവരടി. കൊല്ലം ജില്ലാ ആശുപത്രി സന്ദർശനത്തിനെത്തിയപ്പോ ഇഞ്ചക്ഷൻ ഇല്ലായിരുന്നു, ഐ വി സെറ്റ് ഇല്ലായിരുന്നു, പാരസിറ്റമോൾ നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ലോകത്തെ തന്നെ അമ്പരപ്പിക്കുന്ന അല്ലെങ്കിൽ ആശ്വസിപ്പിക്കുന്ന ഒരു വലിയ കണ്ടുപിടുത്തം നടത്തിയിരിക്കുകയാണ് കേരളത്തിലെ കൊല്ലം ജില്ലക്കാരിയായിട്ടുള്ള ഒരു അവിവാഹിതയായിട്ടുള്ള യുവതി. ഡോക്ടർ ചിന്ത ജെറോം എന്നാണ് ആ യുവതിയുടെ പേര്. അതെന്താണെന്നല്ലേ, ക്യാൻസർ അടക്കമുള്ള മാരക രോഗങ്ങൾക്ക് മരുന്ന് കണ്ടെത്തിയിരിക്കുകയാണ് കൊല്ലംകാരിയായിട്ടുള്ള ഈ യുവതി. പൊതിച്ചോറാണ് ആ മരുന്ന്. അതും DYFI കൊടുക്കുന്ന പൊതിച്ചോറ് കഴിച്ചാൽ ഇത്തരം അസുഖങ്ങളൊക്കെ പമ്പ കടക്കും എന്നാണ് ഈ യുവതി പറഞ്ഞു വെക്കുന്നത്. കാര്യം നിങ്ങൾ തമാശാണ് ഇത് പറയുന്നത് എന്ന് തോന്നുമെങ്കിലും അങ്ങനെയല്ല കേട്ടോ. കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിൽ ഒരു ചാനലിൻ്റെ ഒരു പരിപാടി നടന്നിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുമ്പോൾ ഈ എന്താ പറയുക, കുരുക്ഷേത്ര യുദ്ധമൊന്നും അങ്ങനെ ഓരോ പേരൊക്കെ ഇട്ട് നാട്ടുകാരെയും അതേപോലെ തന്നെ വിവിധ പാർട്ടിയുടെ പ്രതിനിധികളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ ചർച്ചയും മറ്റുമൊക്കെ നടക്കും. സ്ഥാനാർത്ഥികളെ പറ്റി, സ്ഥാനാർത്ഥികളുടെ ഗുണഗണങ്ങൾ, അല്ലെങ്കിൽ ഓരോ പാർട്ടിക്കാർ ചെയ്ത കാര്യങ്ങൾ, ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള അവകാശവാദങ്ങളും മറ്റുമൊക്കെ നടക്കും. അപ്പോൾ നാട്ടുകാർക്കും അതിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. അങ്ങനെ കൊല്ലം ജില്ലയിൽ ഇതുപോലുള്ളൊരു പരിപാടി നടന്നപ്പോൾ നാട്ടുകാരായിട്ടുള്ള ചിലർ പരാതിയായിട്ട് തന്നെ പറയുന്നു, സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല, രോഗികൾ ചെല്ലുമ്പോൾ നോക്കാൻ ഡോക്ടർമാരില്ല, അതേപോലെ തന്നെ അവിടെ ആംബുലൻസ് ഉണ്ടെങ്കിലും പക്ഷേ ആവശ്യത്തിന് കിട്ടില്ല. അങ്ങനെ ഒരുപാട് കുറ്റങ്ങൾ, അതായത് സർക്കാർ ആശുപത്രിയിൽ നടക്കുന്ന, മെഡിക്കൽ കോളേജിലൊക്കെ നടക്കുന്ന ആ കെടുകാര്യസ്ഥത, മരുന്നില്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ ആംബുലൻസ് ഉണ്ടായിട്ടും വിട്ടുകൊടുക്കാത്തതിൻ്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇതെല്ലാം കേട്ട് സഹികെട്ടിരുന്ന ഡോക്ടർ ചിന്ത ജെറോം എന്ന കമ്മ്യൂണിസ്റ്റുകാരി, കാരണം കമ്മ്യൂണിസ്റ്റ് സർക്കാരാണല്ലോ ഇപ്പോൾ ഭരിക്കുന്നത്, അപ്പോൾ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരിക്ക് അത് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റിയില്ലല്ലോ. അവർ വളരെ ക്ഷോഭത്തോടെ തന്നെ പറയുന്നു, നിങ്ങൾ അനാവശ്യമായിട്ട് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കരുത്. ആ ആശുപത്രികളിലൊക്കെ പൊതിച്ചോറ് കൊടുക്കുന്നതാണ് DYFI പൊതിച്ചോറ് കൊടുക്കുന്ന ആശുപത്രിയെ പറ്റിയാണോ നിങ്ങൾ ഈ ചോദിക്കുന്നതെന്ന്. അപ്പോൾ നാട്ടുകാരതിൻ്റെ ബാക്കിയായിട്ട് പറഞ്ഞ് അസുഖത്തിന് മരുന്നാണ് കൊടുക്കേണ്ടത്, അല്ലാതെ പൊതിച്ചോറല്ല കൊടുക്കുന്നത്. ഈ ചിന്ത ജെറോം എന്ന വ്യക്തി പലതവണയായിട്ട് ഇപ്പോൾ ഈ പൊതിച്ചോറ് കൊണ്ടുവരുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. SFIക്ക് എതിരെ എന്തെങ്കിലും ആരോപണങ്ങൾ വന്നാൽ, അല്ലെങ്കിൽ SFI ഒക്കെ എപ്പോഴെങ്കിലും പ്രതിരോധത്തിലായാൽ അവർ കോളേജുകളിലെ സർഗാത്മകതയെപ്പറ്റി വാചാലയായി കൊണ്ടുവരും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അമ്മയും ഉമ്മയും മമ്മയുമൊക്കെ പൊതിഞ്ഞ് കെട്ടി കൊടുക്കുന്ന പൊതിച്ചോറ് ഒന്നിച്ചിരുന്ന് കഴിക്കുന്ന കലാലയമാണ് അവിടെ. SFI അങ്ങനെയാണ്, SFI സർഗവാസനയാണ്. അപ്പോഴും ഈ പൊതിച്ചോറ് വരും. അങ്ങനെ പൊതിച്ചോറയും കൊണ്ട് നടക്കുന്ന ഒരു പ്രത്യേകതരം ഡോക്ടറാണ്. സംഗതി വാഴക്കുല ഡോക്ടറേറ്റ് എന്നാണ് പറയുന്നതെങ്കിലും ഇപ്പോൾ വലിയ വമ്പനൊരു കണ്ടുപിടുത്തമാണ് അവർ നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ലോകം അമ്പരക്കുകയും ആശ്വസിക്കുകയൊക്കെ ചെയ്യും. കാരണം ക്യാൻസർ പോലെയുള്ള മരുന്നുകൾക്കും ഈ DYFI കൊടുക്കുന്ന പൊതിച്ചോറ് കഴിച്ചാൽ മാറുമെങ്കിൽ അത് നല്ല കാര്യമല്ലേ എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. പിന്നെ ഈ DYFI ആണ് പൊതിച്ചോറ് കൊടുക്കുന്നത് എന്ന് പറയുമെങ്കിലും യഥാർത്ഥത്തിൽ അവർ വെറും ക്യാരിയർമാർ മാത്രമാണ്. ഏതെങ്കിലും വീടുകളിൽ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ വീട് തന്നെ വേണമെന്നില്ല, ഓരോ വീടുകളിൽ ചെന്ന് ചോദിച്ചാൽ കൊടുക്കുന്നവർ കാണും, ചിലരോട് നിർബന്ധമായിട്ട് തന്നെ വാങ്ങുന്നവർ കാണും. അവരൊക്കെ പൊതിഞ്ഞ് കെട്ടി വെക്കുന്ന ഈ പൊതിച്ചോറ് കൊണ്ട് ആശുപത്രികൾ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളിൽ കൊണ്ടു കൊടുക്കുന്ന പണി മാത്രമാണ് ഈ DYFIക്കാർ ചെയ്യുന്നത്. മാത്രമല്ല ആ പൊതിച്ചോറിൽ പോലും DYFI എന്ന് എഴുതി വെക്കാൻ മടിയില്ലാത്തവരാണ്. ആ പൊതിച്ചോറ് എടുത്തിട്ടാണ് ഒരു ആവശ്യവുമില്ലാതെ ആശുപത്രികളിൽ മരുന്നില്ലാത്തതിൻ്റെ കാര്യം പറഞ്ഞു വന്നപ്പോൾ ഈ ചിന്ത ജെറോം പറഞ്ഞത്, അതിനെന്ത് അവിടെ DYFI പൊതിച്ചോറ് കൊടുക്കുന്നുണ്ടല്ലോ എന്ന്. എന്ത് പറയാനാ ഇതിനെയൊക്കെ. യുവജന കമ്മീഷൻ അധ്യക്ഷയൊക്കെ ആയിട്ടിരുന്ന 5 വർഷത്തോളം ലക്ഷങ്ങൾ ശമ്പളം പറ്റിയ ഒരാളാണ് ഈ ഇരുന്ന് പറഞ്ഞത് എന്ന് ഓർക്കുമ്പോൾ, എന്തായാലും അത്തരം വീഡിയോകൾ ഇപ്പോൾ വൈറലായിട്ടുണ്ട്. അത് വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.